തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ നിർണായകമായത് അലക്സ് റാമിൻ്റെ ഇടപെടൽ. 24 തിരുവനന്തപുരം പ്രതിനിധിയാണ് അലക്സ് റാം മുഹമ്മദ്. നിങ്ങൾക്കറിയാം, വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരോട് അലക്സ് സഹായം തേടി. അവർ നടത്തിയ അന്തിമ പരിശോധനയിലാണ് ട്രെയിനിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിൽ ശരിക്കുള്ള ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് അലക്സിനാണ്. അലക്സാണ് ഇതൊക്കെ ഇതിന്റെ ഒരു തുടക്കം. അലക്സ് ആയിരുന്നു. ഞാനും ഇത് ഉദ്ദേശിച്ചില്ല, ഇത്രത്തോളം സക്സസ് ആവുമെന്ന് ഉദ്ദേശിച്ചില്ല. എങ്കിലും ഞങ്ങൾ ആവശ്യപ്പെട്ടത് കാരണം അവർ പ്രവർത്തിച്ചത് കാരണം വളരെ സക്സസ് ആയിട്ട് നടന്നു. അതിൽ നമുക്കും ഒരു വളരെ സന്തോഷമുണ്ട്. അലക്സിനാണ് ഇതിൽ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. ആശങ്കയുടെ 36 മണിക്കൂർ. നാടോ ഭാഷയോ അറിയാത്ത 13 വയസ്സുകാരി വീട് വിട്ടിറങ്ങി എന്ന വിവരം അറിഞ്ഞതു മുതൽ 24ന്റെ അന്വേഷണം. സുരക്ഷിതയായി അവളെ തിരിച്ചു കിട്ടാൻ സാധ്യമായ എല്ലാ ഇടപെടലും നടത്തി. ആദ്യ ദിവസം രാത്രി ഉടനീളം ഇടതടവില്ലാതെ നൽകിയ വാർത്ത നിർണായകമായ ആദ്യ സൂചനയിലേക്ക് വഴിതെളിച്ചു. കുട്ടി ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന ചിത്രം 24 പ്രേക്ഷക ബബിത പോലീസിന് കൈമാറി. സ്ഥിരം പോയി വരാറുള്ളത് പോലെ എനിക്ക് തോന്നി. മുഖമൊക്കെ കണ്ടപ്പോൾ ട്രെയിനൊക്കെ നല്ല പരിചയമുണ്ട്. ഞാൻ ട്രെയിനിൽ പോകാറുണ്ടെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ എന്നും പോയിട്ട് വരുന്ന കുട്ടിയായിരിക്കും, എന്തെങ്കിലും കാരണം കൊണ്ട് കരുതുന്നതായിരിക്കും നേരിടുകയാണ്. എന്നാലും ഞാനിത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ. അന്ന് രാവിലെ 24 ന്യൂസിന്റെ തന്നെയാണ് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നത് യൂട്യൂബില്. മഴയായോണ്ട് അപ്പൊ അതിൽ വിളിച്ചപ്പോൾ പിന്നെ പോലീസ് തിരിച്ചു വിളിച്ചെന്നെ അറിയിച്ചത്. പിന്നീട് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. CCTV ദൃശ്യങ്ങളിൽ നിന്ന് കുട്ടി ഇന്നലെ രാവിലെ 6:30 ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലെത്തിയെന്ന് വ്യക്തമായി. പേടിച്ചരണ്ട കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയില്ല എന്ന കണക്കുകൂട്ടലിലാണ് എഗ്മോറിൽ നിന്ന് പുറപ്പെടുന്ന അടുത്ത ട്രെയിൻ ഏതെന്ന് പരിശോധിച്ചത്. 7:45 എഗ്മോറിൽ നിന്ന് പുറപ്പെടുന്ന താമ്പരം സാന്ത്രാഗച്ചി അന്ത്യോദയ എക്സ്പ്രസ്. 24 ഈ നിഗമനത്തിലേക്ക് എത്തുമ്പോഴേക്കും ട്രെയിൻ വിശാഖപട്ടണത്തോട് അടുത്തിരുന്നു. ട്രെയിനുകളിൽ തിരച്ചിൽ നടത്താൻ അഭ്യർത്ഥിച്ച് 24 കാർഡുകൾ പുറത്തിറക്കി. അലക്സ് റാം മുഹമ്മദ് മലയാളി സമാജം പ്രവർത്തകരെ വിളിച്ച് സഹായം തേടി. ഒട്ടും പ്രതീക്ഷയോടെയല്ല തിരച്ചിലിനിറങ്ങിയതെന്ന് സമാജം പ്രവർത്തകൻ കെ ഹരിദാസ്. ഞങ്ങള് ചോദിച്ചു ഇങ്ങനെ എവിടേക്കാ പോകണമെന്ന് ചോദിച്ചു. കുട്ടി ഒന്നും പറയുന്നില്ല. പിന്നെ കുട്ടി എണീച്ചിരുന്ന് കഴിഞ്ഞപ്പോ അവരുടെ ടോപ്പും ഫോട്ടോ ആയിട്ടുള്ള ഡ്രസ്സ് മാച്ച് ആവുന്നുണ്ട്. അപ്പോ കേരളത്തിൽ നിന്ന് കയറി വന്നാണോ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി അതേന്ന് തലയാട്ടി. അപ്പൊ ശരി പേര് ചോദിച്ചപ്പോ തസ്മത്ത് എന്ന് പറഞ്ഞു. എന്നാ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നമുക്ക് ഇവിടെ ഇറങ്ങാം, നാട്ടിലെ അച്ഛനെ നമ്മുടെ അടുത്ത് കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് ഇറങ്ങി. കുട്ടി കൂളായിട്ട് വരും ചെയ്യും. ഒടുവിൽ ആ ആശ്വാസ വാർത്ത അലക്സ് റാം മുഹമ്മദ് 24ലൂടെ ആദ്യമായി കേരളത്തെ അറിയിച്ചു. കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു, 24 സംഘം രക്ഷിച്ചിരിക്കുന്നു, ഞങ്ങളിതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഞങ്ങളിതാ കൊണ്ടുവരുന്നു എന്ന അഭിമാനത്തോടെയും ചാരിതാർത്ഥത്തോടെയും സന്തോഷത്തോടെയും ആണ് ഈ വാർത്ത ഇപ്പോൾ പുറം ലോകവുമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോപി, അസമിൽ നിന്ന് കേരളത്തിലെത്തിയ അതിഥികൾക്ക് അവരുടെ മകളെ സുരക്ഷിതയായി തിരിച്ചു നൽകാൻ കഴിഞ്ഞതിൽ ഓരോ മലയാളിക്കും അഭിമാനം. പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്ന പ്രേക്ഷകർക്ക് നന്ദി. ന്യൂസ് ഡെസ്ക് 24. അലക്സ് റാം മുഹമ്മദിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ മലയാളി സമാജം പ്രവർത്തകർ വളരെ കാര്യക്ഷമതയിലുള്ള തെരച്ചിലാണ് ട്രെയിനിൽ നടത്തിയത്. എന്തായാലും അവരുടെ സമയോചിതമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ കുട്ടിയെ അന്തിമമായി കണ്ടെത്താൻ കഴിഞ്ഞത്. അതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ അലക്സ് റാം മുഹമ്മദിൻ്റെ ഇടപെടൽ തന്നെയാണ് 24 നിരന്തരമായി വാർത്ത നൽകിയതുകൊണ്ട് മാത്രമാണ് ഈ മലയാളി സമാജം പ്രവർത്തകർ തെരച്ചിലിനിറങ്ങിയത് എന്നുള്ളതാണ്. നമുക്ക് ഇതോടെ നമ്മൾ ഒരു കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നതിൻ്റെ ഒരു ക്രെഡിറ്റും 24ന് ആവശ്യമില്ല. വളരെ സന്തോഷമുള്ള അഭിമാനമുള്ളൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള ഒരു തെരച്ചിൽ ഇപ്പം നടക്കുകയാണ്, അതിൻ്റെ ഒരു തിരക്കിട്ട നീക്കങ്ങൾ. അപ്പോൾ ക്രെഡിറ്റ് വേണ്ട ആൾക്കാർ ഫുള്ളായിട്ട് എടുത്തുകൊള്ളുക. നമ്മൾ ഈ ക്രെഡിറ്റ് എടുക്കുന്നതിൽ നമ്മൾ പൂർണ്ണമായിട്ടും പിന്മാറുന്നു.